ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിനിടയിലും പ്രിയപ്പെട്ടവരുടെ മരണമേൽപ്പിച്ച ആഘാതത്തിലാണ് കുവൈത്തിലെ തീപിടുത്ത ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ. ദുരന്ത ദിനത്തിലെ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ രക്ഷപ്പെട്ടവർക്ക് മുഴുമിപ്പിക്കാനാകുന്നില്ല. ദൈവത്തോട് നന്ദി പറഞ്ഞു. രക്ഷപ്പെട്ട സന്തോഷത്തിനിടയിലും തങ്ങളോടൊപ്പം കഴിഞ്ഞവരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ വേദനയിലാണ് ഇവർ. രാത്രി പതിവ് പോലെ ഉറങ്ങാൻ കിടന്നവർ പിറ്റേന്ന് പുലർച്ചെ ഉറക്കം ഉണർന്നത് കനത്ത പുകയിലേക്കും പൊള്ളുന്ന ചൂടിലേക്കുമാണ്. പരിഭ്രമത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗോവണി നിറഞ്ഞ പുക മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. വൈകാതെ കെട്ടിടം മുഴുവൻ കനത്ത പുക കൊണ്ട് മൂടി. പ്രാണരക്ഷാർത്ഥം ചിതറിയോടിയവർ ഇതിനിടെ മറ്റു മുറികളിലെ ആളുകളെ വിളിച്ചുണർത്തി. പുകയും തീയും നിറഞ്ഞ ഗോവണി വഴി ഒരിക്കലും താഴെ എത്താനാകില്ലെന്ന് അപ്പോഴേക്കും കെട്ടിടത്തിലെ മിക്കവർക്കും ഉറപ്പായിരുന്നു. അതിനിടെ ചിലർ കെട്ടിടത്തിൽ നിന്നും താഴേക്കെടുത്തു ചാടി. അത് ചിലരെ ജീവിതത്തിലേക്കും മറ്റു ചിലരെ മരണത്തിലേക്കും വഴിനടത്തി. പലർക്കും ഗുരുതരമായ പരിക്കേറ്റു. അല്പം ശുദ്ധവായു കിട്ടിയ ബാൽക്കണികളിലേക്ക് അഭയം തേടി ചിലർ. അവിടെയും വൈകാതെ സുരക്ഷിതമല്ലെന്നായി. ഇതിനിടെ അടുക്കളയിലുണ്ടായിരുന്ന കേബിൾ മുറിച്ച് തങ്ങൾ രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. വെളുപ്പിന് ഒരു 4 മണി സമയത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ബഹുഭൂരിപക്ഷ ആൾക്കാരും എല്ലാവരും ഉറക്കത്തിലായിരുന്നു. കുറച്ച് പേര് നൈറ്റ് ഡ്യൂട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉറക്കത്തിൽ ഞാനും സാധാരണ രാവിലെ എണീക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ 4:10 സമയത്താണ് ഞാൻ എണീക്കുന്നത്. താഴെ നിന്നുള്ള സൗണ്ട് കേട്ടിട്ടാണ് എണീക്കുന്നത്. എണീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഡോറ് തുറന്ന് ബാൽക്കണിയിലോട്ടാണ് നോക്കിയത്. അപ്പോൾ അവിടെ നല്ല പുക വരുന്നുണ്ട്. ഉടനെ നമ്മൾ കോറിഡോറിലോട്ട് കോറിഡോറിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും പുകയാണ്. തിരിച്ച് റൂമിലോട്ട് തന്നെ കയറി ഡോറ് ലോക്ക് ചെയ്ത് അപ്പുറത്തെ എൻ്റെ കൂടെയുള്ള ആളുകളെയും വിളിച്ചു വരുത്തി. 2 റൂമിലുള്ള ആളുകളെ വിളിച്ചിട്ട് തൊട്ടടുത്ത റൂമിലെ ബാൽക്കണിയിലോട്ട് നമ്മൾ വന്ന്. അപ്പോൾ താഴേന്നും ഇതേ കണ്ടീഷനിൽ പുക വരികയാണ്. നമ്മൾ 2 സൈഡിലും, ബാക്ക് സൈഡിലും പുക, ഫ്രണ്ടിലും പുക എന്നൊരു കണ്ടീഷൻ വന്നപ്പോൾ ലോക്കാവും എന്നുണ്ടപ്പോൾ ഉടനെ ഫോൺ എടുത്ത് നമ്മൾ 112 ട്രൈ ചെയ്തു. നമ്മുടെ സൂപ്പർവൈസർമാരെ 2 പേരുണ്ടായിരുന്നു, അവരെയും ട്രൈ ചെയ്തു. 112 അപ്പോഴേക്കും ഫയറിൻ്റെ ആംബുലൻസും താഴെ എത്തിയിട്ടുണ്ട്. പക്ഷേ പുക മുകളിലോട്ട് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ നമ്മൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ബാൽക്കണിയിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ബാൽക്കണിയിലോട്ട് നമ്മൾ ഷിഫ്റ്റാണ് ചെയ്തത്. ചാടിയിട്ടും കേബിളിൻ്റെ വയർ പിടിച്ചിട്ടുമാണ് നമ്മൾ ഷിഫ്റ്റായത്. ആ ഷിഫ്റ്റായ സമയത്ത് അവിടെ ഒരു 2 മിനിറ്റ് ഗ്യാപ്പ് കിട്ടി. അപ്പോൾ കുഴപ്പമില്ല എന്ന് ഇവിടെ നിൽക്കാം, സർവൈവ് ചെയ്യാമെന്നുള്ളൊരു ചിന്ത വരുമ്പോഴേക്കും വീണ്ടും പുക മുകളിലോട്ട് അടിച്ച് കയറാനുണ്ട്. ആ സമയത്ത് അതേ കേബിളിൽ തന്നെ പിടിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇറങ്ങുന്ന വഴിയിൽ ഞാൻ 3rd ഫ്ലോറിലാണ്. അപ്പോൾ 3rd ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോറിൽ ബാൽക്കണിയിലോട്ട് ആദ്യം ഷിഫ്റ്റ് ആവാം, അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരാം എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. പക്ഷേ ആ വീഴുന്ന ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് കേബിൾ മിസ്സായി. ഞാൻ താഴോട്ട് വരികയാണ്, വീഴാനുണ്ടായത്. വീണത് സൈഡിൽ നമ്മൾ കാർ പാർക്കിങ്ങും കാർ ഷെഡൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഷെഡുണ്ട്, കിർബി ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഷെഡ്. ആ ഷെഡിൻ്റെ മുകളിലോട്ടാണ് വീണത്. അവിടെ നിന്ന് തൊട്ടടുത്ത കമ്പനിയുടെ കോമ്പൗണ്ടിലോട്ട് ചാടാനുണ്ടായത്. അപ്പം എൻ്റെ പുറകെ വന്ന 2 പേർക്ക് പ്രോപ്പറായിട്ട് ചാടാൻ പറ്റി. അതിൽ ഒരാൾക്ക് വീണ്ടും ചെറിയൊരു വീഴ്ച സംഭവിച്ച് അവന് സ്പൈനൽ കോഡിന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്. എനിക്കിപ്പോൾ ഉള്ളത് തലയിലും ക്രാക്ക് ഉണ്ട്, അതുപോലെ കയ്യിന് ക്രാക്ക് ഉണ്ട്, പിന്നെ ബാക്ക് സൈഡിൽ ഇച്ചിരി പൊള്ളലേറ്റിട്ടുണ്ട്, അതുപോലെ കയ്യിൻ്റെ തോളലിലും പൊള്ളലേറ്റിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് ജാബർ മുബാറക് അൽ കബീർ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ എത്തിച്ചത്. അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ താമസിക്കുന്ന ഈ ക്യാമ്പിലോട്ട് ഞങ്ങൾ വന്ന് 3rd ഫ്ലോറിലായിരുന്നു. 3rd ഫ്ലോറിൽ നിന്നാണ് എനിക്ക് താഴോട്ട് വരാൻ പറ്റാത്തതാണ്. ഞാൻ ജമ്പ് ചെയ്യാൻ ഉണ്ട്. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഞാനൊരു ഡിപ്പാർട്ട്മെന്റ് ഒരു ഫയർ വാർഡ്, കമ്പനിയിലെ ഒരു ഫയർ വാർഡിനൊക്കെ കൂടെയാണ് ഞാൻ. അപ്പം ഞാൻ ആദ്യം എന്നെ രക്ഷപ്പെടുത്തിയിട്ട് വേണം എനിക്ക് അടുത്ത ആളുകളെ രക്ഷിക്കുക എന്നുള്ളൊരു കണ്ടീഷനിൽ ഞാൻ എങ്ങനെയെങ്കിലും താഴെ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം നോക്കാലോ എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് ഞാൻ ചാടാൻ ശ്രമിച്ചത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് ചാടിയത്. ഞാൻ എൻ്റെ മുമ്പുള്ളത് ഒരു പാകിസ്ഥാനി സുഹൃത്തുണ്ടായിരുന്നു. അവന് താഴെ സേഫായിട്ട് എത്തിപ്പോയി. 2ാമത് വരുന്നത് ഞാനാണ്. എനിക്കിങ്ങനെ ഒരു ഇത് പറ്റി ഞാൻ താഴെ വീണു. എൻ്റെ പുറകെ വന്ന ആൾ സേഫായിട്ട് തന്നെ അവൻ ലാൻഡ് ചെയ്തു. 3ാമത് വന്ന ആൾക്കും അവസാനത്തെ സ്റ്റെപ്പ് കഴിയുന്നതിന് മുമ്പ് അവന് ഒരു ചെറിയ വീഴ്ച വീണ് അവന് നട്ടലിന് ചെറിയൊരു പ്രശ്നം പറ്റി. ദിവസങ്ങൾക്ക് മുമ്പ് തന്നോടൊപ്പം കുവൈത്തിലേക്ക് ഒരുമിച്ച് പറന്ന 3 പേരെയും
മരണം തട്ടിയെടുത്തത് വിങ്ങലോടെ മാത്രമേ അലന് ഓർക്കുവാൻ സാധിച്ചുള്ളൂ. വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇവിടെ വന്ന എല്ലാവരും ശ്രീഹരി, ബിനോയ്, ശ്രീജേഷ്, അത് മൂന്നുപേരും എൻ്റെ വന്നത്. അത് മൂന്നുപേരും കൂടെയായിരുന്നു. എറണാകുളം സ്വദേശിയാണ്. പുള്ളിയാണ് എൻ്റെ റൂംമേറ്റ്. പുള്ളി വിളിച്ചെണീപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഉറക്കത്തിലായിരുന്നു. ആ സംഭവം ആ ടൈമിലായിരുന്നു. പുള്ളി വിളിച്ചെണീപ്പിച്ചുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. പിന്നെ പുള്ളി ഓൾറെഡി പുറത്ത് പോയി പുക കണ്ടപ്പോഴാണ് പുറത്തേക്ക് കൊണ്ട് ഞങ്ങൾ ബാക്കിൽ ഇറങ്ങിയത്. പിന്നെ ബാക്കി പുള്ളി പറഞ്ഞത്. പക്ഷെ എനിക്ക് വരുമ്പോൾ ചാടാൻ പറ്റിയില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ റോപ്പൊന്നുമില്ല. ഞാൻ ഫുള്ള് പുകയായിരുന്നു അവിടെ. റെസ്ക്യൂ ടീം വന്നിട്ടാണ് അവന്റെ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് കുറയാൻ കാരണം അങ്ങനെയുണ്ട്. കാരണം അവിടെ ഞങ്ങളുടെ ഭാഗത്ത് പുക കൂടുതലായിരുന്നു. ഞാനും അത് കണ്ടിട്ടില്ല. നൂന് എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. കേട്ടറിവ് അനുസരിച്ച് നൂഹ് ഇതേപോലെ തൊട്ടടുത്ത റൂമിലുള്ള ആളുകളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവരെല്ലാം ഒരു റൂമിലോട്ട് മാറ്റി. തിരിച്ച് ആ റൂമിലോട്ട് വരാൻ വന്നപ്പോഴേക്കും ആ റൂം ലോക്കായി പോയി എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് കറക്റ്റ് നമുക്കറിയില്ല. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.